ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വെന്ത വെളിച്ചെണ്ണ എങ്ങനെ റെഡിയാക്കാം. നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പലരും ചിലപ്പോൾ പറയും, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയാം. ഇത് ഏറ്റവും പരിശുദ്ധമായ ഒരു വെളിച്ചെണ്ണയാണ്. കാരണം നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വെളിച്ചെണ്ണ തേപ്പിക്കാം, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ സ്കിന്നിന്റെ മോയ്സ്ചറൈസേഷൻ എങ്ങനെ നിലനിർത്താം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലതും കടകളിൽ നിന്നും പല ഓയിലുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ തീർച്ചയായും ഈ ഓയിൽ ചെയ്ത് ഒന്ന് കുഞ്ഞിനെ തേച്ച് കുളിപ്പിച്ച് നോക്കാം. നമുക്ക് അവരുടെ സ്കിന്നിന്റെ അലർജി ആയാലും എല്ലാം പെട്ടെന്ന് മാറാനും നമുക്ക് ഈ ഓയിൽ വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പരിശുദ്ധമായ വെളിച്ചെണ്ണ. നമുക്ക് ലോകത്തിലെ ഏറ്റവും കിട്ടുന്നതിൽ പരിശുദ്ധമായ വെളിച്ചെണ്ണയാണ്. കൂടാതെ നമുക്ക് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ, സാധാരണ നമുക്ക് തേങ്ങാപ്പീര നമ്മൾ ഉരുളിയിലൊക്കെ ഇട്ട് വറുത്തൊക്കെയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ കൂടാതെ പല ഡോക്ടേഴ്സും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്കൊരു 3 ടീസ്പൂണൊക്കെ ഉള്ളിൽ കഴിച്ചാൽ പോലും ഇത് വളരെ നല്ലതാണ്. നമുക്ക് ക്യാൻസറിനായാലും അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളവർക്കായാലും അങ്ങനെ എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണെന്നാണ് ഡോക്ടേഴ്സ് പോലും ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ കൂടാതെ കുഞ്ഞുങ്ങളുടെ ആയാലും നമുക്ക് ഈ ചെറിയ പാടുകളൊക്കെ കാണാറുണ്ട്. നമ്മളിപ്പോൾ ഈ ജനിച്ച കുഞ്ഞുങ്ങൾക്കായാലും സ്കിന്നിന് അലർജി, എക്സിമ പോലത്തെ പാടുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പോലും ഇതിന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഗർഭിണികൾക്കായാലും നമ്മുടെ അമ്മമാർക്കായാലും എല്ലാം മുഖത്ത് തേക്കാൻ പോലും വളരെ നല്ലതാണ് ഈ ഓയിൽ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 4 വലിയ തേങ്ങയാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു 4 വലിയ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ പാത്രത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ വലിയ പാത്രത്തിന് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ ബൗൾ ചെയ്യാണ്. അപ്പൊ നല്ലോണം ഒരു ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് നല്ലോണം ഇടിച്ചു കൊടുക്കണം. നമുക്കിങ്ങനെ ശക്തിയായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം. അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് മിക്സിയിൽ അടിച്ച് പാലായിട്ട് എടുക്കാം. നമുക്ക് ഇതിന് ആവശ്യമുള്ള 1-ാം പാലും 2-ാം പാലും ആണ്. അപ്പോൾ ഒരു 4 തേങ്ങയ്ക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തേങ്ങ ഉടയ്ക്കാം. എന്നാൽ മാത്രം നമുക്ക് ആ പാല് തേങ്ങയിൽ നിന്ന് പുറത്തേക്ക് പോരുള്ളൂ. ഇപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് തിരുമ്മി ഉടച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 ലിറ്റർ ഞാൻ അതിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ അനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് പാലെടുക്കാണ്. അത് കഴിഞ്ഞിട്ട് 2-ാം പാല് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ 1-ാം പാലും 2-ാം പാലും റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ 2 കണ്ടെയ്നേഴ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഇതാണ് നമ്മുടെ എളുപ്പവിദ്യ വരുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും ഇത് അങ്ങനെ തന്നെ ഉരുളിയിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പക്ഷെ നമുക്കത് കുറേ സമയം വേണം. നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് നഷ്ടപ്പെടും. കാരണം അത് പൊട്ടിത്തെറിച്ച് കുറച്ചൊക്കെ പോവാം, വെള്ളത്തിന്റെ കൂടെ കുറച്ച് പൊട്ടിത്തെറിച്ച് പോകും. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണത്. നമ്മൾ ഇന്ന് രാത്രി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയാണ് അത് ബാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ മേളിൽ നമുക്ക് ആ കട്ട കിട്ടും, താഴെ വെള്ളം കിടക്കും. ഒരിക്കലും മറക്കരുത്, നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുള്ളൂ, ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി അറിയാം, അത് മേളിൽ കട്ടിയായിട്ടുണ്ട്, പിന്നെ താഴെ വെള്ളം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഉരുളിയോ അല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഉരുക്കാം. ഇപ്പോൾ നമുക്ക് ഇത്ര പാല് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ല. ഞാൻ അതൊരു വേറൊരു കയ്യിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മേളിൽ നിന്ന് മാത്രമാണ് എടുത്തത്. നമ്മുടെ ആ കട്ടിയായിട്ടുള്ളത് മാത്രം എടുത്തത്. അപ്പോൾ ഇനി നമുക്കൊരു ചെറു തീയിലൊന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ ഓയിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അത് തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ആ ഒരുവിധം ആ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് അരിച്ചിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇനി അരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്ര വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്.
അത്യാവശ്യം നല്ല വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇത് നിറയെ കിട്ടിയാണ്. കാരണം ഇവിടുത്തെ പാലിന് അത്ര കൊഴുപ്പില്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ലോണം കൊഴുപ്പുള്ള തേങ്ങ ആയതുകൊണ്ട്, പാലിന് നല്ല കൊഴുപ്പുള്ളതായതുകൊണ്ട് നമുക്ക് നല്ലോണം വെളിച്ചെണ്ണ കിട്ടിയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയോട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും അവസാനം വന്ന ഡ്രൈ ആയിട്ടുള്ളതാണത്. അപ്പോൾ നമുക്കതൊരു ചമ്മന്തിക്ക്, പുളിയൊക്കെ കൂടി ഒരു ചമ്മന്തിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദേഹത്ത് വെച്ച് കുളിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്, നമ്മുടെ നവജാത ശിശുക്കൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ അപ്ലോഡ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.